നമസ്കാരം. ഇസ്രായേലിനും ഇറാനും ഇടയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ഇന്ത്യയിൽ ആകെ ആശങ്ക പരക്കുകയാണ്. ഇന്ധനവിലയുടെ കുത്തനെയുള്ള ഉയർച്ചയുണ്ടാകുന്നതായിരുന്നു അഭ്യൂഹങ്ങൾക്ക് കാരണം. യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഇന്ത്യയെപ്പോലെ സ്വന്തമായി ഇന്ധനത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം ഇല്ലാത്ത രാജ്യങ്ങളെ സംബന്ധിച്ച് അത് കനത്ത തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ പൊതുവെ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിനും ഇറാനും ഇടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന ആശങ്കയിലാണ് ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ. യുദ്ധം നേരിട്ട് ബാധിച്ചില്ല എങ്കിലും പരോക്ഷമായി എല്ലാവരെയും ബാധിക്കുമെന്നാണ് പൊതുവെ പറയുന്നത്. അതിനാൽ തന്നെ എണ്ണ സമ്പുഷ്ട രാജ്യങ്ങളായ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഇന്ത്യയിലെ എണ്ണവിലയിലും അതുവഴി മറ്റു വസ്തുക്കളുടെ വിലയിലും പ്രതിഫലിച്ചേക്കും എന്ന ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട്. എണ്ണവില ഉയരുമോ എന്നതാണ് അടിയന്തര ആശങ്ക. ഇറാൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ആഗോളതലത്തിൽ എണ്ണവില 11% വർദ്ധിച്ചു. അപ്പോൾ അത് ഇന്ത്യയെ ഉറപ്പായും ബാധിക്കാതിരിക്കില്ല എന്നും ഇന്ത്യയിലെ മധ്യവർഗം എങ്ങനെ അതിനെ തരണം ചെയ്യുമെന്നും ഉള്ള ചോദ്യങ്ങൾ നാനാഭാഗത്തു നിന്നും ഉയരുന്നുണ്ടായിരുന്നു. അസംസ്കൃത എണ്ണ ഇറക്കുമതി വില ഉയരുമ്പോൾ ബജറ്റുകൾ തടസ്സപ്പെടുന്നതിനാൽ അത് മധ്യവർഗത്തിൽ ഉടനടി ആഘാതം സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് ഗതാഗത ചെലവുകളും സിമന്റ്, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നിലവിലെ സംഘർഷത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും നയരൂപകർത്താക്കളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ടെന്നും ഉന്നത സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഇന്ത്യ ഹോർമൂസ് കടലിടുക്ക് പാതയെയോ ഇറാനെയോ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്ക് വലിയ തോതിൽ ആശ്രയിക്കുന്നില്ല എന്നതാണ് സത്യം. ഇന്ത്യ പ്രതിദിനം 5.5 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഏകദേശം 1.5 ദശലക്ഷം ബാരൽ മാത്രമാണ് ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് വരുന്നത്. ഈ മേഖലയിൽ നിന്ന് 30% താഴെ മാത്രമേ ഇന്ത്യ ആശ്രയിക്കുന്നുള്ളൂ. റഷ്യയിൽ നിന്ന് 27% പോലുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ വൈവിധ്യമാർന്ന സ്രോതസ്സുകൾ രാജ്യത്തിനകത്തുണ്ട്. ഏകദേശം 20% ജൈവ ഇന്ധനത്തിൽ നിന്നാണ് വരുന്നത്. സ്ഥിതിഗതികൾ വഷളാവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാന കയറ്റുമതിക്കാരുമാണ് ഇന്ത്യ. അതേസമയം ഹോർമൂസ് കടലിടുക്ക് പാതയിൽ നിന്നുള്ള ഒരു പ്രധാന ഇറക്കുമതിക്കാരൻ ചൈനയാണ്. അതിനാൽ അവരും ഇറാനും ഈ പാത അടയ്ക്കുന്നതിൽ സന്തുഷ്ടരല്ല. എന്നിരുന്നാലും ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഏതൊരു വാർത്തയ്ക്കും ഓഹരി വിപണി ഉടനടി പ്രതികരിക്കാറുണ്ട്. ക്രൂഡ് ഓയിൽ വില, ടയർ, സിമന്റ്, എയർലൈൻസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ ഇത് നേരിട്ട് ബാധിക്കും. എന്നാൽ വാണിജ്യം, ധനകാര്യം, എണ്ണ തുടങ്ങിയ എല്ലാ പ്രധാന മന്ത്രാലയങ്ങളും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വൃത്തങ്ങൾ പറയുന്നു. ആശങ്കാജനകമായ വർധനവ് ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട വ്യവസായങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ആവശ്യത്തിന് ബാരൽ കരുതൽ ശേഖരമുണ്ട് എന്നത് ആശ്വസിക്കാവുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു വില വർധനവോ ഇന്ധനക്ഷാമമോ ഉണ്ടാകാതെ ഇന്ത്യക്ക് ഇപ്പോൾ വില നിയന്ത്രിക്കാൻ കഴിയുമെന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അവശ്യ വസ്തുക്കളിൽ കാര്യമായ വർധനവ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് വൃത്തങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു ആശങ്കാജനകമായ മേഖല രൂപയുടെ മൂല്യമാണ്. ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ രൂപയുടെ മൂല്യം കുറയുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും. ഇവിടെയാണ് RBI ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്. മേഖലയിലെ അനിശ്ചിതത്വം വർദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ RBI സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും രൂപയുടെ മൂല്യം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. തൽക്കാലം ഇന്ത്യക്ക് ആശ്വസിക്കാമെന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിലും അമേരിക്ക കൂടി യുദ്ധത്തിൽ കക്ഷി ചേരുന്നതോടെ യുദ്ധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വരും സമയങ്ങളിൽ ഇന്ത്യയെ ഉൾപ്പെടെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല.